നമസ്കാരം, മെട്രോമാനി ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ കോടതിയായി സ്വയം പ്രഖ്യാപിച്ച് സംസാരിക്കുന്ന റിയാക്ഷൻ വ്ലോഗർ വിവാദത്തിലായിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം ഒരു ഇൻഫ്ലുവൻസറുടെ ഭാര്യ കാമുകരൊപ്പം പോയ വാർത്ത വന്നപ്പോൾ വലിയൊരു കണ്ടന്റായി റിയാക്ഷൻ വ്ലോഗേഴ്സ് ഇത് കണ്ടിരുന്നു. എന്നാൽ ഇത്തവണ ഇവർക്ക് പിഴച്ചിരിക്കുകയാണ്. ഒരാളുടെ വ്യക്തിജീവിതം പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴച്ച് ചർച്ച ചെയ്യുന്നത് വ്യാപകമായ വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ചും സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായ് കൃഷ്ണയ്ക്ക്. വാർത്തയായ ഇൻഫ്ലുവൻസറുടെ സുഹൃത്താണ് താനെന്ന് പറഞ്ഞ സായ് കൃഷ്ണ ഫോൺ സംഭാഷണത്തിൽ തനിക്ക് ലഭിച്ച വിവരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. സായ് കൃഷ്ണയെ പോലൊരു സുഹൃത്തിനെ ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ. സുഹൃത്തായ ഒരാളുടെ വിഷയത്തെ ഇങ്ങനെ കണ്ടന്റാക്കാൻ തോന്നിയെന്ന ചോദ്യങ്ങളും വരുന്നുണ്ട്. യൂട്യൂബർ സുനിത ദേവദാസ് സായ് കൃഷ്ണയ്ക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. രൂക്ഷ ഭാഷയിലാണ് സുനിത സായ് കൃഷ്ണയെ വിമർശിക്കുന്നത്. ആദ്യമായല്ല അയാൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. വളരെ മുൻപ് ഇൻഫ്ലുവൻസർമാരുടെ കടലാസ് സംഘടന ഉണ്ടാക്കി അവരുടെ എല്ലാം ഫോൺ നമ്പറുകൾ വാങ്ങി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ഇതിനുശേഷം കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് എന്ത് പ്രശ്നം വന്നാലും അതെത്ര വ്യക്തിപരമാണെങ്കിലും ഈ മനുഷ്യൻ അവരെ വിളിക്കും. വിവരങ്ങൾ ചോർത്തി ഒരു ഉളുപ്പുമില്ലാതെ ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കും. ആദ്യമായി ഞാൻ ഇത് ശ്രദ്ധിക്കുന്നത് മല്ലു ട്രാവലറുടെ കുറെ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ്. മല്ലു ട്രാവലർ ആരോടും സംസാരിക്കാത്ത കാര്യങ്ങൾ ചോർത്തി വീഡിയോ ആക്കുകയായിരുന്നു ഇയാൾ ചെയ്തത് എന്ന് മാത്രമല്ല, ആ വീഡിയോയിൽ മല്ലു ട്രാവലറെ ഇവർ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. അതും പോരാഞ്ഞ് ആ കടലാസ് സംഘടനയിൽ നിന്ന് മല്ലു ട്രാവലറെ പുറത്താക്കി നോട്ടീസും ഇറക്കി. മല്ലു തെറ്റോ ശരിയോ എന്നല്ല, ഈ രക്തരക്ഷസ് ഇങ്ങനെയാണ് മനുഷ്യരുടെ ചോര കുടിക്കുന്നത് എന്നതാണ്. തൊപ്പിയുടെ വിഷയത്തിൽ തൊപ്പിയെ വിളിച്ച് വിവരങ്ങൾ ചോർത്തി തൊപ്പിയെ തള്ളിപ്പറഞ്ഞ് വീഡിയോ ചെയ്യുകയും ചെയ്തു. ഫിറോസ് സജ്ജന വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ഈ പിശാച് എന്താണ് ശരിക്കും വിചാരിക്കുന്നത്? ജാസ്മിൻ ജാഫറുടെ രക്ഷിതാവ് എന്ന മട്ടിൽ അഭിനയിച്ച ജാസ്മിനും അസ്ല മാർലിയും ഉൾപ്പെട്ട പിണക്കത്തിൽ പരിഹരിക്കുവാൻ എന്ന മട്ടിൽ ഇടപെട്ടു. ജാസ്മിൻ ബിഗ് ബോസിൽ കയറിയ അന്നു മുതൽ ഇവർ ജാസ്മിനെതിരെ ഏറ്റവും നീചമായ വീഡിയോകളാണ് ചെയ്തു തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയെക്കുറിച്ച് ഈ പിശാച് ചെയ്തത്ര വൃത്തികെട്ട വീഡിയോകൾ മറ്റൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. ആ സീസണിലെ പലരുടെയും സ്വകാര്യ ജീവിതം ഇവൻ കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. ഇവൻ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ നിങ്ങളുടെ കുളിമുറിയിൽ ഇവൻ ക്യാമറ വെച്ചിട്ടുണ്ടാകും എന്നോർക്കുക. ഇവനെ സുഹൃത്തായി വെച്ചവർ സൂക്ഷിക്കുക. ഇവൻ ആരുടെയും സുഹൃത്തല്ല, വെറും ഒളിഞ്ഞുനോട്ടക്കാരൻ മാത്രമാണെന്നും സുനിത ദേവദാസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നടിക്കുന്നുണ്ട്. അതേസമയം സുഹൃത്തുക്കളുടെയും സ്വകാര്യ ജീവിതം കണ്ടന്റാക്കുന്ന എന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് യൂട്യൂബർ സായ് കൃഷ്ണ ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. സുനിത ദേവദാസ് ഉൾപ്പെടെയുള്ളവരുടെ വിമർശനത്തോട് സായ് കൃഷ്ണ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ചാനലിലേക്ക് അട്രാക്ഷൻ കൊണ്ടുവരുവാൻ ഒരു തരത്തിലുമുള്ള ഗിമിക്കും ഞാൻ ചെയ്തിട്ടില്ല. വ്യൂവേഴ്സ് ഞാൻ വിളിച്ചു കൂട്ടിയവരല്ല. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കാണും, ചിലർ കമന്റ് ചെയ്യും. അതിൽ വിമർശനങ്ങളും സപ്പോർട്ടുകളും വരാറുണ്ട്. ഇതൊന്നും വിഷയമുള്ള കാര്യം. ഞാൻ പറയാനുള്ളത് പറയും. അഖിൽ എന്നാടിയുടെ വിഷയത്തിൽ എന്റെ വീക്ഷണം വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. വേറൊരു വീക്ഷണ കോണുകൾ നോക്കുകയാണെങ്കിൽ അതിന് പല തലങ്ങളും വന്നേക്കാം. ഒരു വ്യക്തിയെയും ഞാൻ ഹരാസ് ചെയ്തിട്ടില്ല, വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല, മോശം തംബ്നെയിലുകൾ ഇട്ടിട്ടില്ല, ടൈറ്റിലും കൊടുത്തിട്ടില്ല. കാണുന്നവ വ്യൂവേഴ്സിന് ഏത് തരത്തിൽ എടുത്തു എന്ന് വിമർശിക്കാം, അതെനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ടാർഗറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ദേവദാസിമാരും പ്ലക്കികളും വന്നിറങ്ങുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സുനിതയുടെയും അക്ഷറിന്റെയും വീഡിയോകൾ കണ്ട ശേഷം എനിക്ക് മനസ്സിലായത്, നമ്മൾ എയറിലാകുമ്പോൾ പ്രതികാര മോഡ് ഓണാക്കി വരുന്ന രാക്ഷസന്മാരും രാക്ഷസിമാരും ഉണ്ട് എന്നതാണ്. അങ്ങനെയുള്ള രാക്ഷസ സാഹചര്യങ്ങൾ ആരാണ് നമ്മളുടെ മിത്രം, ആരാണ് ശത്രു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പലരും അഖിലിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് പറഞ്ഞ് വീഡിയോകൾ ചെയ്തിരുന്നു. അവർക്കും ഈ വിഷയം സംസാരിക്കണം. സ്വയം വെളുക്കുവാൻ വേണ്ടി അവർ എന്നെ പിടിച്ച് ഡിറ്റർജന്റ് ആക്കി. കുറച്ച് ടീംസ് എന്റെ പിന്നാലെ വിടാതെയുണ്ട്. കമ്മി സംഘി ടീം ബിഗ് ബോസ് സമയത്തെ പോലെ തനിക്കെതിരെ സൈബർ ആക്രമണം വരുന്നെന്നും സായ് കൃഷ്ണ പറയുന്നുണ്ട്. സുനിത ദേവദാസ് എന്ന കമ്മി ക്യാപ്സ്യൂളിനെ ഞാൻ ഒരു വട്ടം എക്സ്പോസ് ചെയ്ത് വിട്ടതാണെന്നും സായ് കൃഷ്ണ പറയുന്നുണ്ട്. ദേവദാസി എന്ന് വിളിച്ച് സുനിത ദേവദാസിനെ സായ് കൃഷ്ണ അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. സൗഹൃദം ചമഞ്ഞ ആളുകളിൽ നിന്നും വിവരം ചോർത്തുന്നു എന്ന സുനിതയുടെ ആരോപണത്തിനും സായ് കൃഷ്ണ മറുപടി നൽകുന്നുണ്ട്. എന്താണ് സുനിതയെ ഞാനും നീയും വിളിച്ച് സംസാരിച്ചിട്ടില്ലേ? നീ ഏത് തരത്തിലുള്ള കുത്തിത്തിരിപ്പാണ് നിന്നോട് ചെയ്തത് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. കാലങ്ങൾക്ക് മുന്നേ നീ നാട്ടിലുണ്ടായിരുന്നപ്പോൾ കുത്തിത്തിരിപ്പ് പണി ചെയ്തിരുന്ന ആളാണെന്ന് നീയെന്നും സായ് കൃഷ്ണ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്ത ഓരോ വ്യക്തികളുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് ഉള്ളത്. ജാസ്മിൻ ജാഫറെ ഇപ്പോൾ ഫോൺ ചെയ്താലും പറയടാ എന്നാണ് പറയുക. ആ സൗദം ജാസ്മിനുമായി ഉണ്ടെന്നും സായ് കൃഷ്ണ വെളിപ്പെടുത്തുന്നുണ്ട്.